അപ്പോൾ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന GDS 2026 റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ഇതിനുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നത്. അതിനായിട്ടുള്ള ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 31/1/2026 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14/2/2026, അതായത് ഫെബ്രുവരി 14 ലാസ്റ്റ് ഡേറ്റ് വരുന്നത് വൺ ടൈം രജിസ്ട്രേഷനുള്ള. നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുന്ന ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2/2/2026 എൻഡ് ചെയ്യുന്നത് 16/2/2026 അതായത് വൺ ടൈം രജിസ്ട്രേഷൻ 31/1/2026 തുടങ്ങി 14/2/2026 വരെയും നമ്മൾ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നതാണ് 2/2/2026 തുടങ്ങി 16/2/2026 അവസാനിക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ആപ്ലിക്കേഷൻ ഫോംസിലുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് ഫീസ് അടച്ചതിലോ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 18/2/2026 മുതൽ 19/2/2026 വരെ ഇതിനുള്ള കറക്ഷൻസിനുള്ള ടൈമുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എന്തൊക്കെയാണ് ജോബ് പ്രൊഫൈലിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ടും GDSനകത്ത് വരുന്നതെന്ന് പറയുന്നത് 3 പോസ്റ്റാണ്. ഒന്നെന്ന് പറയുന്നത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അഥവാ BPM പോസ്റ്റാണ്. പിന്നീട് വരുന്നത് അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ ABPM പോസ്റ്റാണ്. പിന്നീട് ഉള്ളതാണ് ഡാർക്ക് സേവക് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ്. ഇങ്ങനെ 3 പോസ്റ്റാണ് ഇതിൽ വരുന്നത്. ഇതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നതിൻ്റെ പ്രൊഫൈൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കാം, ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻചാർജ് ആയിരിക്കും ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ എന്താണ് ജോബ് പ്രൊഫൈൽ എന്നുള്ളതൊക്കെ ഈ നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത് മിക്കവാറും ബ്രാഞ്ച് ഓഫീസുകളിലുള്ള പോസ്റ്റുമാനായിരിക്കും ഈ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന തസ്തികയിൽ പറയുന്നത്. അതിലും ജോബ് പ്രൊഫൈലിൽ എന്തൊക്കെയാണ് ജോബ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുന്നത് ഡാർക്ക് സേവകാണ്. ഡാർക്ക് സേവക് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഫീസിലെ GDSനെയാണ് നമ്മൾ ഡാർക്ക് സേവക് എന്ന് പറയുന്നത്. അതായത് സബ് പോസ്റ്റ് ഓഫീസുകളിലും ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും റെയിൽവേ മെയിൽ സർവീസുകളിലും വർക്ക് ചെയ്യുന്ന GDS സ്റ്റാഫിനെയാണ് ഡാർക്ക് സേവക് എന്ന് പറയുന്നത്. അവരുടെയും ജോബ് പ്രൊഫൈൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വരുന്നത് നമ്മുടെ സാലറി സ്ട്രക്ചറാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം BPMന് അതായത് GDSന് ലഭിക്കുന്നത് TRCA ആണ്. അതായത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് ആണ് GDSന് ലഭിക്കുന്നത്. ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് 4 മണിക്കൂർ മുതൽ 5 മണിക്കൂറാണ് വർക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാലറിയാണ് കിട്ടുന്നത്. ഒരു BPMന് വരുന്ന TRCA എന്ന് പറയുന്നത് 12,000-നും 29,380-നും ഇടയിലാണ് TRCA വരുന്നത്. അപ്പം ഒരു ഫ്രഷറായിട്ട് കയറുന്ന ഒരു BPMന് TRCA വരുന്നത് 12,000 ആയിരിക്കും. അതുപോലെ തന്നെ ABPMനും ഡാർക്ക് സേവകിനും ഒരേ TRCA ആയിരിക്കും വരുന്നത്. അത് 10,000 മിനിമം, മാക്സിമം 24,470 വരെയാണ് ഉള്ളത്. മറ്റ് പല ആനുകൂല്യങ്ങളും GDSന് ലഭിക്കുന്നുണ്ട്. ഈ TRCAയോടൊപ്പം DA കൂടുന്നുണ്ട്. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന DA എത്ര % ആണോ അത് ഡാർക്ക് സേവക്സിനും BPMസിനും ABPMസിനും അതായത് GDSനും ഈ DA വർധനവ് ബാധകമായിട്ട് ഉള്ളതാണ്. അപ്പം നമുക്ക് ഈ 12,000 എന്ന് ബേസിക്ക് പറഞ്ഞാലും നമ്മുടെ സാലറി കിട്ടുന്നത് 12,000 പ്ലസ് DA ആയിരിക്കും സാലറി കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് GDSൻ്റെ സാലറി സ്ട്രക്ചർ, GDSന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം കൂടെ അടങ്ങിയൊരു വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്തത് വരുന്നത് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എലിജിബിലിറ്റിയിൽ വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം ഏജ് 18-ഉം മാക്സിമം ഏജ് 14 ഇയേഴ്സുമാണ്. പിന്നെ നമ്മുടെ റിലാക്സേഷൻ ഉണ്ട്. അതായത് ST ആണെങ്കിൽ 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 ഇയേഴ്സ്. EWSന് റിലാക്സേഷൻ വരുന്നില്ല. അതുപോലെ തന്നെ PWBD 10 ഇയേഴ്സിൻ്റെ റിലാക്സേഷനുണ്ട്. PWBD പ്ലസ് OBC 13 ഇയേഴ്സ്. PWBD പ്ലസ് SC or ST 15 ഇയേഴ്സിന് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ക്വാളിഫിക്കേഷനാണ്.
ഇതിൽ മെയിനായിട്ട് പറയുന്നത് 10ാം ക്ലാസ് ജയിച്ചിരിക്കണം എന്ന ഉള്ള ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ ഏത് സ്റ്റേറ്റിലോട്ടാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തത് സൈക്ലിംഗ് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നോളജ് ഓഫ് സൈക്ലിംഗ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും കൂടെ ഒരു വരുമാനം ഉണ്ടായിരിക്കണം ഇത് പറയുന്നുണ്ട്. കാരണം ഇതിൽ 4 മുതൽ 5 മണിക്കൂർ വരെയുള്ള ജോലിയാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം കൂടെ കണ്ടെത്തണം എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് റിസർവേഷനാണ്. അപ്പം റിസർവേഷൻ നമ്മുടെ എല്ലാ കാറ്റഗറി പോലെ SC ST OBC PWBD EWS റിസർവേഷനൊക്കെ വരുന്നുണ്ട്. റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് PWBD ആപ്ലിക്കേഷൻസിൽ വരുന്ന സബ് കാറ്റഗറീസ് ഉണ്ട്. അതിൽ LV ടഫ് HH OA OL അതിൻ്റെ എല്ലാം പെർസെൻറ്റേജ് ഓഫ് റിസർവേഷനും ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് നമ്മൾ നോക്കുമ്പം സെലക്ഷൻ ക്രൈറ്റീരിയ മെയിനായിട്ട് SSLCയുടെ മാർക്ക് വെച്ചിട്ടാണ് ഇതിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ A+ ഉള്ളവർക്കായിരിക്കാം കൂടുതൽ മുൻഗണനയുള്ളത്. പിന്നീട് ആപ്ലിക്കേഷൻ അയക്കേണ്ട നമ്മുടെ ഓൺലൈൻ മോഡായിട്ടാണ് അയക്കേണ്ടത്. അതിൻ്റെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് https indiapost.gov.gds ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ആണ് നമ്മുടെ സൈറ്റ്. അതുപോലെ തന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് SSLCയുടെ മാർക്കാണ്. ഇപ്പം എല്ലാം ഗ്രേഡ് ആയതുകൊണ്ട് തന്നെ ഫുൾ A+ ഉള്ളവർക്കായിരിക്കണം കൂടുതൽ ചാൻസസ്. അപ്പം പിന്നീട് വരുന്നത് നോക്കുമ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് സെലക്ഷൻ ആൻഡ് പ്രോസസ് ഓഫ് ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സിനകത്ത് എന്തൊക്കെ നമുക്ക് സെലക്ഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മാർക്ക് ഷീറ്റ്, ഐഡൻറ്റിറ്റി പ്രൂഫ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, PWBD സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, medical certificate issued by a medical officer of any government hospital or government dispensaries or government primary health centers etc. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് നോക്കുമ്പോൾ നമ്മൾ 30 ദിവസം നമുക്ക് സെലക്ഷൻ കിട്ടി 30 ദിവസത്തിനകം നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അടുത്ത കാൻഡിഡേറ്റിന് അവർ ഓഫർ ലെറ്റർ അയക്കുന്നതായിരിക്കും. പിന്നീട് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വരുന്നത് 1 ടൈം രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഇത് മെസ്സേജായിട്ടായിരിക്കും നമുക്ക് സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് ആദ്യം വരിക. അപ്പം അത്രയാണ് ഡീറ്റെയിൽസ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓരോ സർക്കിളിലും വരുന്ന ലോക്കൽ ലാംഗ്വേജ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, തെലുങ്ക്, അസമീസ് അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളം നോക്കുമ്പോൾ കേരളത്തിൽ വരുന്നത് മലയാളമാണ്. കേരളം, ലക്ഷദ്വീപ്, മാഹി അവിടെ മലയാളമാണ്. അപ്പോൾ അതായത് കേരള സർക്കിൾ വരുന്നത് നമ്മുടെ കേരള സർക്കിളിൻ്റെ അണ്ടറിലാണ് കേരളവും ലക്ഷദ്വീപും മാഹിയും വരുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലോ ലക്ഷദ്വീപിലോ മാഹിയിലോ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ കമൻ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.